ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് 500 കോടി കൂടുതൽ അനുവദിക്കുമെന്ന് ADGP S. ശ്രീജിത്ത്. കാനനപാത വഴിയുള്ള തീർത്ഥാടനം വർദ്ധിക്കുകയാണ്. അവിടെ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തുമെന്നും ADGP അറിയിച്ചു. ഒരു കാരണവശാലും ഈ നിയന്ത്രിതമായ സ്പോട്ട് ബുക്കിംഗ് പരിധിക്ക് അപ്പുറത്തേക്ക് ഭഗവാനെ തൊഴുതിട്ട് പോകാമെന്നാരും കരുതരുത്. വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ആ ക്രമീകരണം ഇല്ലാതെ ആൾക്കാർ വരികയും അവർ വന്ന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ മടക്കി വിടുകയല്ലാതെ വേറെ നിർവാഹമില്ല എന്നുള്ളത് ഒന്നുകൂടി അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം ബുക്കിംഗ് എടുക്കുകയും ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ദിവസം കയറി വരികയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് വളരെ അനാശാസ്യകരമാണ്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം നിവൃത്തിയില്ലാതെ 1-2 പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ കർശനമായി തടയാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതനുസരിച്ച് തടയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ കറക്റ്റ് ദിവസം എടുക്കുന്ന കൂപ്പണോട് കൂടി തന്നെ വരിക, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തവർക്ക് വേറെ ദിവസത്തിന് വീണ്ടും വരാവുന്നതാണ്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം കൂടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, 500 പേരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ADGP വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് 7,30,000 പേർ വരേണ്ടിയിടത്ത്, അതായത് ഇതുവരെ 7,30,000 പേർ വരേണ്ട സ്ഥലത്ത് 9,00,000-ലധികം തീർത്ഥാടകർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായ നിർദ്ദേശമുണ്ട്. അതായത് ഇന്ന് ദിവസം സ്പോട്ട് ബുക്കിംഗ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർ നാളെ ബുക്ക് ചെയ്തവർ ഇന്ന് എത്തുകയാണെങ്കിൽ അവരെ കയറ്റി വിടേണ്ടതില്ല എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇപ്പോഴും നിരവധി ആളുകൾ ഇത്തരത്തിൽ മുൻപോട്ടുള്ള ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് എടുത്ത ശേഷം അതല്ലാത്ത ദിവസങ്ങളിൽ വരുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയാവില്ല. അത്തരത്തിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ 5,000 സ്പോട്ട് ബുക്കിംഗ് ആണ്. അതിലൊരു 500 സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ കൂടി അനുവദിക്കുമെന്ന കാര്യമാണ് ADGP പറയുന്നത്. അപ്പോഴും വലിയ തിരക്ക് ശബരിമലയിലേക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ അയ്യപ്പ ഭക്തർ തീർത്ഥാടകർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണമെന്നതിന് ആവശ്യമാണ് എന്തായാലും ADGP മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ കാനനപാതയിലൂടെ വരുന്ന ആളുകൾ പകുതി വഴിയിൽ വെച്ച് ഈ കാനനപാത ഉപയോഗിച്ച് തലതാരത്തേക്ക് മറ്റൊരു പാതയിലൂടെ വരുന്നവരുണ്ട്. കാനനപാതയിൽ കയറുന്നവർ പൂർണ്ണമായും കാനനപാത വഴി തന്നെ പമ്പയിലേക്ക് എത്തണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് എന്തായാലും ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഏതായാലും ഒരു 500 സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആശ്വാസകരമാവും എന്നുള്ള കാര്യം അത് നടപ്പിലാക്കി പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും വലിയ തിരക്ക് ശബരിമല അനുഭവപ്പെടുന്നുണ്ട്. അല്ല, ഈ കണക്കാക്കുന്ന കോടതി നിർദ്ദേശപ്രകാരമുള്ള സ്പോട്ട് ബുക്കിങ്ങും അത് വെർച്വൽ ബുക്കിങ്ങും കണക്കാക്കി വരുമ്പോൾ വരുന്ന ആ ഒരു ആകെ തുകയേക്കാൾ കൂടുതൽ ആളുകൾ എന്തായാലും ശബരിമലയിലേക്ക് ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ടെന്ന കാര്യം കൂടിയാണ് ADGP വ്യക്തമാക്കുന്നത്. സ്മൃതി.